ഗംഗയാണല്ലോ. ഈ ഗംഗയുടെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത ആ വലിയ വീട്ടില് അവർ രണ്ടുപേരുടെ ലൈഫ് അവരെങ്ങനെ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. അതായത് ഞാനിപ്പം അപ്പൂനെ കല്യാണം കഴിക്കണമല്ല, ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മക്കളെ, ഇത് കാർത്തികേട്ടൻ എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മക്കളെ നീ ആഗ്രഹിച്ച് ഇത്രയും പോലെ വീട് വെച്ചിട്ട് നീ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ മാറി പോകൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓൾറെഡി അതെൻ്റെ മൈൻഡിലുണ്ട്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേരത് സമ്മതിക്കും എന്ന്. ഞാൻ സമ്മതിപ്പിക്കുന്നതിനേക്കാളും ഇപ്പം അപ്പുൻ്റെ അടുത്ത് ഞാനിത് പറയേണ്ടി വന്നില്ല. കാരണം അവനറിയാം ഞാൻ എൻ്റെ സ്റ്റുഡിയോ അവിടെയാണ്, ഞാൻ ആഗ്രഹിച്ചു വെച്ച എൻ്റെ ഇപ്പം ബെഡ് ആയിക്കോട്ടെ, എൻ്റെ ബാത്റൂം ആയിക്കോട്ടെ, എൻ്റെ വാർഡ്രോബ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ആഗ്രഹിച്ച് ഞാൻ അത്ര നോക്കി പറക്കി ഞാൻ പിൻട്രസ്റ്റ് വരെ തപ്പി വർഷങ്ങളോളം ഞാൻ ഇരുന്ന് എൻ്റെ റൂമിൽ ഇന്നൊരു ചെറിയ ഇതെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വെച്ചാണ്. അപ്പം അവനത് നന്നായിട്ട് അറിയാം. അപ്പം എൻ്റെ അടുത്ത് ഒരിക്കലും നീ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് നിന്നേ പറ്റുള്ളൂ, നീ അവിടെ നിന്ന്. അപ്പം അവർക്കും അങ്ങനെ നിർബന്ധമില്ല. ഇൻ കേസ് അപ്പൂൻ്റെ ഫാമിലിക്കായാലും ഞാൻ ജോലി ചെയ്യണത് ഈ ഒരു ഫീൽഡാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും എവിടെ ആയാലും ഹാപ്പി. ഇനിയിപ്പോൾ ഒരു 1-2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വേറൊരു വീട് വെച്ച് മാറുകയാണെന്നുണ്ടെങ്കിലും ദേ ആർ ഹാപ്പി. എവിടെയായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക.